ആഴ്ചകൾക്ക് മുൻപാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടന സമയം. ലോർഡ്സിലെ അവസാന ഏകദിന മത്സരത്തിന് മുൻപായി സമൂഹ മാധ്യമങ്ങളിൽ ആ വാർത്ത കത്തിപ്പടർന്നു. രോഹിത് ശർമ്മ രാജ്യാന്തര ക്രിക്കറ്റിനോട് വിട പറയാൻ ഒരുങ്ങുന്നു. വിഖ്യാത മൈതാനമായ ലോർഡ്സ് മുൻ ഇന്ത്യൻ നായകന്റെ റിട്ടയർമെന്റ് മാച്ചായി മാറുമെന്ന സൂചന നൽകി ദേശീയ മാധ്യമങ്ങളടക്കം രംഗത്തെത്തുകയും ചെയ്തു. ഹിറ്റ്മാനെ അനുകൂലിച്ചും വിമർശിച്ചും സമൂഹമാധ്യമ ക്യാമ്പയിനും ചൂടുപിടിച്ചു. എന്നാൽ എല്ലാത്തിനുമൊടുവിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ലോർഡ്സിലെ 10,000ങ്ങളെ സാക്ഷിയാക്കി രോഹിത് ശർമ്മയുടെ മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സ്. സെഞ്ചുറിയുമായി 39കാരന്റെ സ്ട്രോങ് കംബാക്ക്. തന്റെ രക്തത്തിനായി മുറവിളി കൂട്ടുന്നവർക്കുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു ആ 138 റൺസ്. എവിടെ നിന്നാണ് ഈ വാർത്തയുടെ ഉത്ഭവം? ആരാണ് സൂത്രധാരൻ? BCCIയെ ഉദ്ധരിച്ച് രോഹിത്തിന്റെ വിരമിക്കൽ വാർത്ത പ്രചരിച്ചത് ബോർഡിനെ സംബന്ധിച്ച് വലിയ ഡാമേജാണ് സൃഷ്ടിച്ചത്. ചർച്ചകൾ സോഷ്യൽ മീഡിയ കടന്ന് ഡ്രസ്സിംഗ് റൂമിലേക്കും പടർന്നതോടെ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ തന്നെ രംഗത്ത് വരുന്നു. അസാധാരണ സംഭവങ്ങൾക്കാണ് പിന്നീട് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. രോഹിത് ടീം പദ്ധതികളുടെ ഭാഗമാകുന്നിടത്തോളം കാലം അദ്ദേഹം കളിക്കുമെന്നായിരുന്നു BCCI സെക്രട്ടറിയുടെ പ്രതികരണം. രോഹിത് ഇന്ത്യൻ ഏകദിന ടീമിന്റെ സ്ഥിരാംഗമാണെന്നും ലോർഡ്സ് അവസാന വേദിയാകില്ലെന്നും സൈക്കിയ പറഞ്ഞുവെച്ചു. ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റിയുടെ മുകളിൽ ഒരു താരത്തിന്റെ ഭാവി സംബന്ധിച്ച BCCI സെക്രട്ടറി നടത്തിയ ഈ പ്രസ്താവന വലിയൊരു മാറ്റത്തിന്റെ സൂചന കൂടിയാണ് അന്ന് നൽകിയത്. രോഹിത് ശർമ്മയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾ ആഴ്ചകൾക്കിപ്പുറം മറ്റൊരു തലങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റി സ്ഥാനത്തു നിന്ന് അജിത് അഗാർക്കർ പുറത്തേക്കെന്ന സുപ്രധാന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണമായില്ലെങ്കിലും കരാർ അവസാനിക്കുന്ന അഗാർക്കറിന് സ്ഥാനം നീട്ടി നൽകേണ്ടതില്ലെന്നാണ് BCCI തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത കാലത്തെ വിവാദങ്ങളും സെലക്ഷൻ കമ്മിറ്റിയിലെ സ്ഥാനചലനത്തിന് കാരണമാകുന്നതായാണ് വിലയിരുത്തൽ. ഈ വർഷം ജൂൺ വരെയായിരുന്നു ചെയർമാൻ സ്ഥാനത്ത് അജിത് അഗാർക്കറിന് കരാറുണ്ടായിരുന്നത്. എന്നാൽ 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. വിജയകരമായ T20 ക്യാമ്പയിൻ കണക്കിലെടുത്ത് 2027 ഏകദിന ലോകകപ്പ് വരെ കോൺട്രാക്ട് നീട്ടണമെന്നതാണ് അഗാർക്കറിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് ബോർഡ് ഇതുവരെ കടന്നിരുന്നില്ല. ഇതിനിടെ ഏകദിന ടീമിൽ രോഹിത് ശർമ്മയുടെ വിരമിക്കലുമായി പ്രചരിച്ച വാർത്തയുടെ പശ്ചാത്തലത്തിൽ എല്ലാം തകിടം മറിയുകയായിരുന്നു. ലോകകപ്പ് മുൻനിർത്തി രോഹിത്തിനെ മാറ്റിയുള്ള പ്ലാനാണ് അഗാർക്കറിന്റെയും പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും മനസ്സിൽ. ഒരു വേള ഇതിന്റെ സൂചന അഗാർക്കർ പരസ്യമായി നൽകുകയുമുണ്ടായി. സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരു വിഭാഗവും ഇതിനൊപ്പമാണ്. എന്നാൽ 39ാം വയസ്സിലും രോഹിത് പുലർത്തുന്ന പോരാട്ടവീര്യം കണ്ടില്ലെന്ന് നടിച്ചാൽ വലിയ തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിലാണ് BCCI എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്ത ലോകകപ്പ് വരെ തുടരണമെന്ന താല്പര്യമാണ് രോഹിത്തിനുമുള്ളത്. നിർബന്ധിച്ച് മാറ്റി നിർത്തുക എന്ന സാഹസത്തിലേക്ക് ബോർഡ് പ്രവേശിക്കാനുള്ള സാധ്യതയും വിരളമാണ്. ഇതോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയൊരു പോർമുഖം തുറന്നത്. അജിത് അഗാർക്കർ മാറിയാൽ പകരമാര്? ഈയൊരു ചോദ്യത്തിന് BCCIക്ക് മുന്നിൽ ഒറ്റ പേരാണുള്ളത്: VVS ലക്ഷ്മൺ. നിലവിൽ ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിന്റെ ചുമതലയാണ് മുൻ ഇന്ത്യൻ താരത്തിനുള്ളത്. ദീർഘകാലമായി തങ്ങളുമായി സഹകരിച്ചു പോകുന്നതും BCCIയെ ലക്ഷ്മൺ എന്ന പേരിലേക്ക് എത്തിച്ചതായാണ് വാർത്തകൾ. നേരത്തെയും ലക്ഷ്മണിന്റെ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് സർക്കിളുകളിൽ ഉയർന്നു കേട്ടിരുന്നു. 2024 രാഹുൽ ദ്രാവിഡ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് ഇന്ത്യയുടെ ഹെഡ് കോച്ച് സ്ഥാനത്തേക്കും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നെങ്കിലും ഒടുവിൽ നറുക്കുവീണത് ഗംഭീറിനായിരുന്നു. അതേസമയം ഗംഭീറിന്റെ വർക്ക് ലോഡ് ലഘൂകരിക്കാൻ താൽക്കാലിക പരിശീലക റോളിലും പലപ്പോഴും ലക്ഷ്മൺ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 2023 ജൂലൈയിലാണ് അജിത് അഗാർക്കർ ഇന്ത്യയുടെ മുഖ്യ സെലക്ടറായി എത്തുന്നത്. പിന്നീട് ഇതുവരെയായി ICCയുടെ 4 വൈറ്റ് ബോൾ ഫൈനലുകളിലാണ് ഇന്ത്യ പ്രവേശിച്ചത്. 2024-26 വർഷങ്ങളിൽ T20 ലോകകപ്പും 2025 ചാമ്പ്യൻസ് ട്രോഫിയും പ്രധാന നേട്ടമായി. അതിനിടെ വിരാട് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ടെസ്റ്റ് വിരമിക്കലിന് കാരണമായ കടുത്ത തീരുമാനം വന്നതും ഈ കാലയളവിലായിരുന്നു. ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റനായി ശുഭ്മൻ ഗില്ലിനെ അവരോധിച്ചതും പ്രധാന മാറ്റമായി. ഗില്ലിനെ ഒഴിവാക്കി ഇഷാൻ കിഷനെ T20 ടീമിലേക്ക് പരിഗണിച്ചതും സെലക്ഷൻ കമ്മിറ്റി എടുത്ത ധീരമായ തീരുമാനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴും ടെസ്റ്റ് മത്സരങ്ങളിലടക്കമുള്ള നിരന്തര പരാജയവും മുഹമ്മദ് ഷമിയെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കാത്തതുമെല്ലാം വലിയ ചർച്ചയായി തുടരുന്നു. 2027 ഏകദിന ലോകകപ്പ് മുൻനിർത്തി ചില സുപ്രധാന തീരുമാനങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. അടുത്തിടെ നടന്ന ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനത്തിലെ തോൽവിയും അഴിച്ചുപണിയെന്ന ആവശ്യത്തിന് ശക്തി പകരുന്നതായി. രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്തിയുള്ള ലോകകപ്പ് പ്ലാനിൽ സെലക്ഷൻ കമ്മിറ്റി വിശ്വാസം അർപ്പിക്കുമോ? കാത്തിരിക്കാം.